കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടുകൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഫരിസേയർ അടുത്തു ചെന്ന് യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണ്? അവൻ മറുപടി പറഞ്ഞു, സൃഷ്ടാവ് ആദ്യം മുതലേ അവനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരും എന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. അവർ അവനോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ ഉപേക്ഷാപാത്രം നൽകിയ ഭാര്യയെ ഉപേക്ഷിക്കാമെന്ന് മോശ വിധിച്ചത് എന്തുകൊണ്ട്? അവൻ പറഞ്ഞു, നിങ്ങൾ ഹൃദയകാഠിന്യ നിമിത്തമാണ് ഭാര്യയെ ഉപേക്ഷിക്കാൻ മോശ നിങ്ങൾക്ക് അനുമതി നൽകിയത്. ആദ്യം മുതലേ അങ്ങനെയായിരുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പരസംഗം മൂലമല്ലാതെ മറ്റേതെങ്കിലും കാരണത്താൽ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഭാര്യ ഭർത്തൃബന്ധം ഇത്തരത്തിലുള്ളതാണെങ്കിൽ വിവാഹം ചെയ്യാതിരിക്കുന്നതാണല്ലോ ഭേദം. അവൻ പറഞ്ഞു, കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല. എന്തെന്നാൽ ഷണ്ഡന്മാരായി ജനിക്കുന്നവരുണ്ട്, മനുഷ്യരാൽ ഷണ്ഡന്മാരാക്കപ്പെടുന്നവരുണ്ട്, സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ഷണ്ഡന്മാരാക്കുന്നവരുണ്ട്. ഗ്രഹിക്കാൻ കഴിവുള്ളവൻ ഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. യേശു മിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വിവാഹ ജീവിതത്തെയും വിവാഹ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വചനഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് എന്നെ യാത്ര അയക്കുവാനായി എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ഒരാളെ തന്നെ വിവാഹം കഴിച്ചു. അങ്ങനെ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ടടാ നിൻ്റെ വിവാഹ ജീവിതമൊക്കെ? എങ്ങനെയുണ്ട് നിൻ്റെ മുന്നോട്ടുള്ള ജീവിതമൊക്കെ? വളരെ സങ്കടത്തോടെ പറഞ്ഞ കാര്യമാണ്, ഞാൻ ഓൾറെഡി പെട്ടുപോയി, നിങ്ങളെല്ലാവരും കൂടി എന്നെ പെടുത്തിയതാണ് എന്ന് പറഞ്ഞു. സങ്കടമൊക്കെ ഉണ്ടെങ്കിലും പിന്നീട് അവൻ്റെ വാക്കുകളിൽ മനസ്സിലായൊരു കാര്യം, ഏറ്റവും അധികം സന്തോഷം അനുഭവിക്കുവാനും സാധിക്കുന്ന ഒരു മേഖലയാണ് കുടുംബജീവിതം എന്നുള്ളത്. നമ്മളിന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗം നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തെ മുൻനിർത്തി നമ്മൾ ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ വിവാഹ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയും പവിത്രതയും ഒക്കെ അത്ര വലിയ കാര്യമായിട്ടുള്ള പരിഗണിക്കാതെ പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഈശോയുടെ വാക്കുകളിലൂടെ അത് ചേർത്ത് നമ്മൾ നമ്മുടെ ജീവിതങ്ങളെ ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ വിവാഹ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠത എന്തുമാത്രമുണ്ട്, അതിൻ്റെ പവിത്രത എന്തുമാത്രമുണ്ട്, ദൈവിക സങ്കല്പമാണ് വിവാഹ ജീവിതം എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റും. ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് ഈശോയുടെ പ്രവർത്തികളിലും വാക്കുകളിലും ഒന്നും ഈശോയെ കൊടുക്കാനായിട്ട് അവർക്ക് പറ്റിയില്ല. കാരണം അത്രമാത്രം ആധികാരികതയോടെ പഠിപ്പിക്കുകയും സംസാരിക്കുകയും ജീവിക്കുകയും ചെയ്തിരുന്ന വ്യക്തിയാണ് ഈശോ. അത് ഒത്തിരിയേറെ ആളുകൾക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാരണം അവരുടെ തോന്നിവാസങ്ങളൊക്കെ പച്ചക്ക് വിളിച്ചു പറയുകയും അവരെ വിമർശിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ ആവശ്യമാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് അംഗീകരിക്കാനും ഗ്രഹിക്കാനും ഒന്നും അവർക്ക് സാധിക്കാതെ പോയി. അതുകൊണ്ട് അവരുടെ ഏറ്റവും വലിയ ഒരു ആവശ്യം എന്നുള്ളത് എങ്ങനെയെങ്കിലും ഈശോയെ ഒതുക്കുക എന്നുള്ളതാണ്. ഉന്മൂലനം ചെയ്യാനും അവർ പരിശ്രമിച്ചു. കാരണം അതിന് തക്കതായ കാരണമില്ലാതെ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈശോയുടെ അടുക്കലേക്ക് ഈശോയെ എങ്ങനെയെങ്കിലും കൊടുക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഓരോ കാര്യങ്ങളുമായിട്ട് അവർ ഈശോയുടെ അടുക്കലേക്ക് വരിക. വിവാഹമോചനത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളുമായിട്ട് ഈശോയുടെ അടുക്കൽ വരുമ്പോൾ ആദ്യം ഈശോ വിവാഹ ജീവിതത്തിൻ്റെ പവിത്രതയെക്കുറിച്ചും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഈ ഒരു കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സങ്കല്പം എന്താണ് എന്നുള്ള കാര്യം കൃത്യമായിട്ടും പറഞ്ഞു കൊടുക്കുകയാണ്. ആദിയിൽ ദൈവം മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. അവരെല്ലാവരും പിതാവിനെയും മാതാവിനെയും ഒക്കെ വിട്ട് അവർ ഒന്നുചേരും, അവർ ഒരൊറ്റ ശരീരമായിരിക്കുമെന്നുള്ള കാര്യം.
അത്രമാത്രം യോജിപ്പോടുകൂടെ ഒരേ മനസ്സോടെ ഒരേ ശരീരത്തോടെ അവർ ജീവിക്കേണ്ടവരാണ് എന്നുള്ള കാര്യം കൃത്യമായും ദൈവത്തിൻ്റെ ഒരു സങ്കല്പമാണ്. അതാണ് വിവാഹ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ശ്രേഷ്ഠത. ആ ഒരു കാര്യം ഈശോ എടുത്തു പറയുകയാണ്. അപ്പോൾ അതിനുശേഷം ഈശോ വീണ്ടും പറയുന്നു, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഒരു വചനഭാഗം ധ്യാനിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ധ്യാനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെയൊക്കെ വിവാഹ ജീവിതം ആശീർവദിച്ച് അനുഗ്രഹിച്ചത് ദൈവസന്നിധിയിലാണ്. ദൈവമാണ് നമ്മളെ ഒരുമിപ്പിച്ച് ചേർത്തത് എന്നുള്ള വലിയൊരു ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ അത് മാറിപ്പോകാത്ത ഒരു വലിയ ബോധ്യമാണെങ്കിൽ ഇന്നും നിലനിൽക്കുന്ന ഒരു വലിയ ഒരു യാഥാർത്ഥ്യമായിട്ട് കുടുംബജീവിതത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. വീണ്ടും ഈശോയെ കൊടുക്കുവാനായി ചോദിക്കണം. മോശയുടെ നിയമത്തിലുണ്ടല്ലോ, വിവാഹമോചനത്തെക്കുറിച്ച് മോശയുടെ നിയമത്തിലുണ്ടല്ലോ. കാരണം യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൻ്റെ നിയമം മോശ നൽകിയ നിയമമാണ്. അപ്പോൾ ആ ഒരു നിയമത്തിൽ വിവാഹമോചനത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. എന്നാൽ എന്തുകൊണ്ടാണ് അതിനെ സപ്പോർട്ട് ചെയ്യാത്തത്? അപ്പോൾ അതിനും കൃത്യമായ മറുപടി ഈശോ നൽകുന്നുണ്ട്. ഈശോ പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് മോശ ഇങ്ങനെ എഴുതിയത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വചനഭാഗം നമ്മൾ നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് ഒത്തിരിയേറെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആശയക്കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടാകുന്നതും വിവാഹമോചനത്തിലേക്ക് പോലും കടക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നൊരു കാര്യം അത്രമാത്രം ഹൃദയം കഠിനമാകുന്നത് കൊണ്ടല്ലേ. നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൻ്റെ ആ ഒരു സന്തോഷം എന്നും നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ശാന്തമായ സൗമ്യമായ ഒരു ഹൃദയവിശാലതയോടെ തൻ്റെ ജീവിത പങ്കാളിയെ മനസ്സിലാക്കുവാനും അംഗീകരിക്കാനും സാധിക്കണം. ആ ഒരു കാര്യം നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ ആ ഒരു സന്തോഷം ഏറ്റവും കൂടുതൽ കുടുംബത്തിൽ അനുഭവവേദ്യമാകും. നമുക്കറിയാം, സിറോ മലബാർ സഭയുടെ വിവാഹം പരികർമ്മം ചെയ്യുന്ന സമയത്ത് വധൂവരന്മാരെ പരസ്പരം ബൈബിളിൽ കരം വെച്ചിട്ട് അവരെടുക്കുന്നൊരു പ്രതിജ്ഞയുണ്ട്, ഇന്നു മുതൽ മരണം വരെ. ചില ആൾക്കാർ പലപ്പോഴും കളിയാക്കി പറയാറുണ്ട്, ഇന്നു മുതൽ മടുക്കുന്നിടം വരെയാണ്. ശാശ്വതമായ ഒരു ഉടമ്പടി ദൈവവുമായിട്ട് അവർ എടുക്കുകയാണ് വധൂവരന്മാർ. ഇന്നു മുതൽ മരണം വരെ, ഏത് ജീവിത സാഹചര്യമായിക്കോട്ടെ, സമ്പത്തുള്ള സമയമായിക്കോട്ടെ, സമ്പത്തില്ലാത്തതായിക്കോട്ടെ, ആരോഗ്യമുള്ളതായിക്കോട്ടെ, ആരോഗ്യമില്ലാത്ത സമയമായിക്കോട്ടെ, അവിടെയൊക്കെ പരസ്പരം സ്നേഹത്തിലും ഐക്യത്തിലും വിശ്വസ്തതയിലും ജീവിച്ചു കൊള്ളാമെന്നാണ് വാഗ്ദാനം ചെയ്യുക. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വാഗ്ദാനം നമ്മൾ എടുക്കുന്നത് വിവാഹമെന്ന കുദാശയുടെ ശ്രേഷ്ഠത മനസ്സിലാക്കിയത് കൊണ്ടാണ്. അതിനേക്കാൾ ഉപരി ദൈവം ആദ്യം മുതലേ കണ്ട ഒരു വലിയ സ്വപ്നമാണ് കുടുംബം. ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുവാനായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഇറങ്ങിത്തിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ ഉദ്യമത്തിൽ നമ്മുടെയൊക്കെ കുടുംബജീവിതങ്ങളെക്കുറിച്ച് ധ്യാനിക്കുവാനും അവിടെയൊക്കെ ദൈവത്തിൻ്റെ വലിയ കൃപ യാചിച്ചുകൊണ്ട് ജീവിത സാഹചര്യങ്ങളെ ധീരതയോടെ നേരിട്ടുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരാകുന്ന വ്യക്തിത്വങ്ങളായി കുടുംബങ്ങളായിട്ട് നമ്മുടെ കുടുംബങ്ങൾ മാറുവാനായിട്ട് പ്രത്യേകം നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ പരിശുദ്ധ കുർബാനയിൽ ഈ ഒരു വചനഭാഗം ധ്യാനിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളെയും ജീവിത പങ്കാളിയെയും ദൈവം നൽകിയ സ്നേഹത്തിൽ നൽകിയ മക്കളെയും എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.